ബൈബിളിലെ ഒരു പുസ്തകത്തിന്റെ പേര് വിലാപങ്ങൾ എന്നാണ്. പേര് പോലെ തന്നെയാണ്, കണ്ണീരും സങ്കടങ്ങളും കൊണ്ട് തുന്നിക്കെട്ടിയ ഒരു പുസ്തകമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ജനത്തിന്റെ വിലാപങ്ങളാണ് ആ പുസ്തകത്തിൽ. സ്വന്തം ദേവാലയം തകർക്കപ്പെട്ടതിൻ്റെയും അവർ കടന്നുപോയ അടിമത്ത ജീവിതത്തിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം ആ പുസ്തകം നമ്മൾ വായിക്കാനായിട്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കൂരിരുട്ടിലൂടെ കടന്നുപോയ ജനം പ്രത്യാശയുടെ ഒരു തിരുനാളം കണ്ടപ്പോഴത്തേക്കും എഴുതി വെച്ച ഒരു വചനമാണെന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ ജീവിതത്തിലും ചില ഓർമ്മകൾ നമ്മളെ കൊല്ലാറില്ലേ, നമ്മളെ കാർന്നു തിന്നാറില്ലേ? നിന്റെ ഹിസ്റ്ററി പരിശോധിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന, ഓരോ പ്രഭാതത്തിലും പുതിയതായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കണമെന്ന് നല്ലതാണ്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിലെ കുറേ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, അതിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളല്ല. ഇതിനു മുമ്പ് പലരും ഇതേ സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതിനൊക്കെ അവർ തരണം ചെയ്തിട്ടുമുണ്ട്. അതിനാൽ പ്രത്യാശ എന്ന വാക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം കേട്ടോ. ബൈബിളിലെ ഒരു പുസ്തകത്തിന്റെ പേര് വിലാപങ്ങൾ എന്നാണ്. പേര് പോലെ തന്നെയാണ്,